ഇതൊരു സാംസങ് 65ന്റെ ടി വി ആയിരുന്നു. ഇത് കസ്റ്റമർ കൊണ്ടുവരുമ്പോൾ ഇത് ബ്ലാങ്ക് ആണ്. നമ്മൾ ചെറിയൊരു മെത്തേഡിൽ ശരിയാക്കി എടുത്തേക്കുന്നതാണ്. പക്ഷേ ഇത് ഓൾമോസ്റ്റ് ഒരു 35,000 എക്സ്പെൻസ് വരുന്ന കേസാണ്. ഇതിപ്പോൾ നമുക്കൊരു 800 രൂപ 700 രൂപ റേഞ്ചിൽ ചെയ്തെടുക്കാൻ പറ്റിയ കേസാണ്. നിങ്ങൾ വന്നപ്പോൾ ഒരു കസ്റ്റമറെ കണ്ടല്ലോ, ആ കസ്റ്റമറുടെ ഡിസ്പ്ലേ ബ്രോക്കൺ ആയിരുന്നു. ഇത് നമുക്കൊരു 3 മിനിറ്റ് കൊണ്ട് നമ്മളത് ശരിയാക്കി വെച്ചാണ് കാണുന്നത്. ഇത് ശരിയാക്കി കഴിഞ്ഞു. അതെ, ഇതിന്റെ കംപ്ലൈന്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മളിത് ചെക്ക് ചെയ്യുമ്പോൾ ഇതുണ്ടോ, ഇതിനകത്ത് പകുതി പടം ഉണ്ടാവില്ല. ഈ ഐസി മാത്രം മാറ്റിയാൽ മതി. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഐസി മാറിയപ്പോൾ ആ പ്രശ്നം തീർന്നു. അതല്ലെങ്കിൽ ഡിസ്പ്ലേ മൊത്തം മാറേണ്ട കേസാണ്. അത് പിക്ചർ ഇല്ല, ഇതുണ്ടോ ഫുള്ള് വരെയാണ്. ഇത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. ഇത് കേരളത്തിൽ തന്നെ ഒരു 7-8 മെഷീനാണ് ഇപ്പൊ നിലവിലുള്ളൂ. F0 എന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ ചേലക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. TV കെയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീടുകളിലെല്ലാം നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ടിവികൾ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യണം. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ ആവും അല്ലേ? അതായത് വലിയൊരു പൈസയാണ് നമുക്ക് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. എന്നാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് ഡിസ്പ്ലേ മാറ്റാതെ തന്നെ ചെയ്തു തരുന്ന ഒരു സ്ഥലമാണ് TV കെയർ എന്ന് പറയുന്നത്. അതും ഇവിടുത്തെ സർവീസ് കാര്യങ്ങളൊക്കെ വെറും മാനുവൽ മാത്രമല്ല കേട്ടോ, അത്യാവശ്യം നല്ല കോസ്റ്റ് ഉള്ള മെഷീനറീസ് വെച്ചുള്ള സർവീസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിലാണ് എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് കണ്ടേ. നേരെ TV കെയറിന്റെ വിശേഷങ്ങൾ. TV കെയറിന്റെ ഓണർ താജു ഭായി ആണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. നിങ്ങൾ ശരിക്കും ഈ ഒരു മേഖലയിൽ എത്ര വർഷമായിട്ടുണ്ട്? നമ്മള് ഒരു 17ാമത്തെ വയസ്സ് മുതൽ ഈ ഫീൽഡിൽ തന്നെ ഉള്ളതാണ്. ചെറിയ പ്രായം മുതൽ ഇത് തുടങ്ങിയിട്ടുണ്ട്. പണ്ട് മുതലേ ഇലക്ട്രോണിക്സ് ആണ് നമ്മുടെ ഒരു. ഇവിടെ തന്നെയായിരുന്നു ആദ്യം മുതൽ ഉണ്ടായിരുന്നത്? അല്ല, നമ്മൾ എറണാകുളത്തായിരുന്നു നമ്മുടെ ഷോപ്പ്. നമ്മൾ അവിടെ സ്ഥലത്തിന്റെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4 വർഷമാവും. 4 വർഷമായി. ഓക്കെ, എന്തൊക്കെ പ്രശ്നങ്ങളുള്ള ടിവികളാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത്? നമ്മൾ LED ടിവികളുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഡിസ്പ്ലേ കംപ്ലൈന്റ് ആയത് നമ്മൾ റിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഡിസ്പ്ലേ ബ്രോക്കൺ ആണെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. മദർ ബോർഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പവർ സപ്ലൈ റിലേറ്റഡ് ആയിട്ട് ബാക്ക് ലൈറ്റ്, അതായത് ഒരു ടിവിയുടെ ഓൾമോസ്റ്റ് A to Z പ്രശ്നങ്ങൾ നമുക്ക് തീർത്തു കൊടുക്കാം. മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് വരുന്നത്? ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ആയിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം അതിനകത്താണ് ഒരു സൊല്യൂഷൻ ഇല്ലാത്തത്. അപ്പൊ നമ്മൾ കുറച്ച് മെഷീനറീസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രം, ഡിസ്പ്ലേ റിപ്പയർ എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രം ഉദ്ദേശിച്ചിട്ട് കുറച്ച് മെഷീനറീസ് ഒക്കെ നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോ മെയിൻ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. കാരണം ഡിസ്പ്ലേയിൽ വലിയ പൈസയാണ് നമ്മളെ പോലെ സാധാരണക്കാർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങളുടെ അടുത്തുണ്ട്. ഇത് ഒരു 32 ഇഞ്ച് ഒരു കസ്റ്റമറുടെ TV കൊണ്ടുവന്നതാണ്. ഇതിന്റെ കംപ്ലൈന്റ് ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. നമ്മളിത് ചെക്ക് ചെയ്യുമ്പോൾ ഇതുണ്ടോ, ഇതിനകത്ത് പകുതി പടം ഉണ്ടാവില്ല, പകുതിയാണ് പടമുള്ളൂ. ഇതാണ് കസ്റ്റമറുടെ കംപ്ലൈന്റ്. നമ്മുടെ ഇതിൽ ഈ ഐസി ആണ് ഇതിന്റെ കംപ്ലൈന്റ് കാണുന്നത്. ഈ ഐസി മാത്രം മാറ്റിയാൽ മതി. അത് മാത്രം മാറ്റി, ഡിസ്പ്ലേ മൊത്തം മാറ്റണ്ട. അതെ, ഇതിന്റെ ഈ സെന്ററിൽ കാണുന്ന ഐസി ഷോർട്ടായി പോയതാണ്. ഇത് പുതിയത് മാറ്റി അടിച്ചാൽ ഈ ഡിസ്പ്ലേ മാറാതെ തന്നെ നമുക്ക് ഇത് ശരിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ആ 32 ഇഞ്ചിൽ ആ ഡിസ്പ്ലേയിൽ കണ്ട ഒരു സൈഡ് പിക്ചർ ഇല്ലാത്ത ഇതിന് അതിന്റെ ഐസി ക്ലീൻ ചെയ്യണ രംഗമാണത്. അത് ഒരു ടീം ഇവിടെ ഇരുന്ന് ചെയ്യും, ഒരു ടീം അവിടെ ക്ലീൻ ചെയ്യും. ഇതിന്റെ ഈ ഇത് കണ്ടോ, ഇതിനകത്തൊന്നും ഡസ്റ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടണം. ഇതൊരു മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് അത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഐസി ഇതിന്റെ അകത്ത് ഊരിയിട്ട് നമ്മൾ ഇതിന്റെ അകത്തേക്ക് പുതിയൊരു ഐസി ഫിറ്റ് ചെയ്യുക. ഈ മെഷീൻ വെച്ചിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ മാനുവൽ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന് തൊട്ടടുത്ത് സെയിം മെഷീൻ, അത് സെയിം മെഷീനാണ്. അത് നമ്മളൊരു 2-3 കസ്റ്റമർ ഒരേ സമയത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്പീഡിൽ ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ കമ്പനികളുടെ ബ്രാൻഡുകളുടെ ക്വാണ്ടിറ്റി വർക്കുകൾ എടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഷിഫ്റ്റ് നൈറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ബൾക്കായിട്ടാണ് അവർ ഒരു മന്ത്ലി നമുക്കൊരു 400-500 പീസൊക്കെ ആയിരിക്കും ഇതുപോലത്തെ ഡിസ്പ്ലേ ആയിട്ടായിരിക്കും കമ്പനി തരുന്നത്. അപ്പൊ നമുക്കത് നൈറ്റും ഡേയും നിന്ന് വർക്ക് ചെയ്താലേ തീരത്തുള്ളൂ. അപ്പൊ ഒരു ടീം നൈറ്റ് ഷിഫ്റ്റിലുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് 2 മെഷീൻ ഇട്ട് ഓടിക്കുന്നത്. ഇതിപ്പോ നമ്മൾ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ബോണ്ടിങ്ങിന്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞതാണ്. ഇനിയിപ്പോ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ചെക്കിങ് മാത്രമേ ഉള്ളൂ. ഇത് ഓക്കെ ആയി പറയുന്നത്? അതെ അതെ അതെ, ചെക്ക് ചെയ്യാൻ പോവാണ്. അതെ, ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ പകുതിക്കുന്നുള്ള ഒരു കട്ടായിട്ടുള്ള പ്രശ്നം ഇനി ഉണ്ടാവില്ല. നോക്കിക്കോളൂ. ഓക്കെ, അടിപൊളി. ഇപ്പൊ ഈ ഒരു ഐസി മാറിയപ്പോ ആ പ്രശ്നം തീർന്നു. അതല്ലെങ്കിൽ ഡിസ്പ്ലേ മൊത്തം മാറേണ്ട കേസാണ്. നിങ്ങൾ വന്നപ്പോൾ ഒരു കസ്റ്റമറെ കണ്ടല്ലോ, ആ കസ്റ്റമറുടെ ഡിസ്പ്ലേ ബ്രോക്കൺ ആയിരുന്നു. അതെന്തോ വെച്ചറിഞ്ഞിട്ട് പൊട്ടിപ്പോയതാണത്. അത് മൊത്തം ബ്രോക്കൺ ആണ്. ഇത് നമുക്കൊരു 3 മിനിറ്റ് കൊണ്ട് നമ്മൾ അത് ശരിയാക്കി വെച്ചാണ് കാണുന്നത്. ശരിയാക്കി കഴിഞ്ഞു? അതെ, അത് കഴിഞ്ഞു. കാരണം നമുക്ക് ഇതിനകത്ത് വേറെ കൂടുതൽ വർക്കൊന്നുമില്ല. ഈ ഡിസ്പ്ലേ ഊരി മാറ്റാ, പുതിയതങ്ങ് ഇടാം, പാക്ക് ചെയ്ത് വിടാം. 3 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു അല്ലേ? ഇതിന്റെ കേസിൽ കേട്ടോ. എല്ലാ ടീമും അതുപോലെ 3 മിനിറ്റിലോ 4 മിനിറ്റിലോ 5 മിനിറ്റിലോ തീരില്ല. ഇത് നമുക്ക് എല്ലാം കൂടി ഫുള്ള് പാക്ക് ചെയ്ത് റിട്ടേൺ ഇറക്കാൻ മാക്സിമം ഒരു 15-20 മിനിറ്റ് മതി. ഇതൊരു സാംസങ് 65ന്റെ TV ആയിരുന്നു. ഇത് കസ്റ്റമർ കൊണ്ടുവരുമ്പോൾ ഇത് ബ്ലാങ്ക് ആണ്, അതായത് ഡിസ്പ്ലേ ഒന്നും വരത്തില്ല. ഇത് വർക്കിംഗ് ആയിരുന്നില്ല? ഇല്ല, വർക്കിംഗ് ആയിരുന്നില്ല. അതായത് പടം ഒന്നും വരില്ല. നമ്മൾ ചെറിയൊരു മെത്തേഡിൽ ശരിയാക്കി എടുത്തേക്കുന്നതാണ്. പക്ഷെ ഇത് നമുക്ക് ഭാവിയിൽ ഇനിയൊരു പ്രശ്നം വന്നാൽ ഡിസ്പ്ലേ മാറേണ്ട തന്നെ വേണ്ടി വരും. പക്ഷെ ഇത് ഓൾമോസ്റ്റ് ഒരു 35,000 എക്സ്പെൻസ് വരുന്ന കേസാണ്. ഇതിന്റെ ഡിസ്പ്ലേ ഫുള്ള് മാറണമെങ്കിൽ. ഇതിപ്പോ നമുക്ക് ഒരു 800 രൂപ 700 രൂപ റേഞ്ചിൽ ചെയ്തെടുക്കാൻ പറ്റിയ കേസാണ്. വെറും 700-800 രൂപ പരിപാടി ഇതിപ്പോ കഴിഞ്ഞു അല്ലേ? പക്ഷെ ഇത് ഒരുപാട് ലൈഫ് ഒന്നും കിട്ടത്തില്ല. മാക്സിമം ഒരു 6 മാസമോ ഒക്കെയാണ്
ഓടിക്കിട്ടാൻ ചിലപ്പോൾ ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കും. അതെ ചിലത് അതിൽ കൂടുതൽ ഓടും. അപ്പൊ അത് ഒരു 3 മാസത്തിനുള്ളിൽ ഒരു 4 മാസത്തിനുള്ളിലൊക്കെ ഇത് പിന്നെയും പ്രശ്നം വരാണെങ്കിൽ നമ്മൾ പുതിയ ഡിസ്പ്ലേ ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പം മേടിച്ച 800 രൂപയാണ് 500 രൂപയാണ് എത്രയാണോ അത് നമ്മൾ പുതിയ ഡിസ്പ്ലേയിൽ കുറച്ച് കൊടുക്കുകയും ചെയ്യും. അതല്ല ഈ 3 മാസത്തിനുള്ളിലാണ് പ്രശ്നം വന്നെങ്കിൽ നമ്മളത് ഫുള്ള് റീഫണ്ട് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു പരിപാടി കൂടി ചെയ്യുന്നുണ്ട്. അതെ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ മെഷീൻ, ഒരു മെയിൻ മെഷീൻ. ഇതാണ് മെയിൻ ഹെഡ്. ഇത് നമ്മുടെ ലേസർ മെഷീൻ ആണ്. ഇത് കേരളത്തിൽ തന്നെ ഒരു 7-8 മെഷീനാണ് ഇപ്പം നിലവിലുള്ളൂ. ഈ ഒരു മെഷീൻ എന്താ ശരിക്കും ചെയ്യുന്നത്? ഇത് നമുക്ക് ഡിസ്പ്ലേയുടെ അകത്ത്, അതായത് ഗ്ലാസിന്റെ അകത്ത് തന്നെ ഇഷ്യൂസ് പരിഹരിക്കാനാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് ഈ IC മാറാന്നുള്ള ഓപ്ഷനാണ്. IC കംപ്ലൈന്റ് അല്ലേ ഇത്? ഇല്ല, ഇത് IC കംപ്ലൈന്റ്. ഇതുണ്ടോ, ഇതിപ്പോ ഞാൻ ഓണാക്കി വെച്ചേക്കുന്നതാണ്. ഇത് ഓൺലൈനുള്ള ടിവി, നിലവിൽ ഓണിലാണ്. ഇതിനകത്ത് പിക്ചർ ഇല്ല. ഇതുണ്ടോ, ഫുള്ള് വരെയാണ്. ഇത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. ഗ്ലാസിന്റെ അകത്ത് തന്നെ ലൂസ് കണക്ഷൻസോ അതല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നം തന്നെ. ഇതെല്ലാം നമ്മൾ ഡിസ്പ്ലേ മാറിയേ കൊടുത്തുകൊണ്ടിരുന്നത് ഒരു 2.5 വർഷം മുമ്പേ മുതൽ. ഇങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ മാത്രം ഓപ്ഷൻ. ഓൾമോസ്റ്റ് ഒരു 18 രൂപയോളം ഇതിന് ചെലവ് വരുന്ന ഡിസ്പ്ലേ മാറുന്നത്. ഈ ഒരു മെഷീൻ ഉള്ളതുകൊണ്ട് ഡിസ്പ്ലേ മാറണ്ട. ഇത് നമുക്കൊരു 3500 രൂപ മുതൽ ഒരു 9000 രൂപ വരെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോ നമുക്ക് ഇവിടെ ഒരു പോയിന്റിൽ വെൽഡിംഗിൽ ലൂസ് ഉണ്ട്, ഒരു ലൂസ് കണക്ഷൻ ഉണ്ട്. ആ ലൂസ് കണക്ഷൻ നമ്മൾ റിമൂവ് ചെയ്യും. പക്ഷെ ഇതിൽ ഒരു ഭാഗത്ത് മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. ഇവിടെ ഈ പോയിന്റുകളെല്ലാം പ്രശ്നങ്ങളാണ്. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യും. ഇപ്പൊ നോക്കോട്ടോ, ഇപ്പൊ പിക്ചർ നോക്കിയാൽ അതിനകത്ത് പടം തന്നെ കാണിച്ചേ. ഇപ്പൊ വരും പടം. പിക്ചർ വന്നു. സംഭവം ഓക്കെ അല്ലേ? ഇതാണ് ഇതിന്റെ ഇഷ്യൂ. ഇപ്പൊ ഇത്രയും നേരം പടം ഇല്ലാതിരുന്ന സ്ഥലത്ത് ഇപ്പൊ പടം വന്നു. അതെ. ഇനി താഴെ കുറച്ച് ലൈൻസ് ഉണ്ട്. ഇതുണ്ടോ, ഇത്രയും ഭാഗത്ത് കുറച്ച് ലൈൻസ് ഉണ്ട്. ഇതുപോലെ ഇവിടെയും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ ലേസർ വെച്ചിട്ട് തന്നെ ലേസർ ട്രിഗർ അടിച്ചിട്ടാണ് ഇത് ശരിയാക്കുന്നത്. അപ്പൊ ഇത്രയും ഏരിയയിൽ ഒരു പോർഷനിൽ പിക്ചർ കാണുന്നില്ല. അപ്പൊ അവിടെയും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ പിക്ചർ ഇല്ലാത്തതിന്റെ പ്രശ്നം നമ്മൾ അവിടെ ഒന്ന് പരിഹരിച്ചു. ഇനി അതുപോലെ ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. എല്ലാ ടിവിയും ശരിയാവണമെന്നില്ല കേട്ടോ. ഇപ്പൊ നമുക്ക് ഇവിടെ അതിന്റെ അകത്ത് ബേണിംഗ് ഒന്നുമില്ല, അതായത് കത്തിപ്പോയിട്ടൊന്നുമില്ല. ഒരു ലൈൻ വന്നിട്ട് ഇപ്പൊ ഈ ലൈൻ വന്നിട്ട് അവർ അധികം നാൾ ഉപയോഗിക്കാത്ത കാരണമാണ് നമുക്കിത് പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റിയത്. ചിലത് ഒരു ലൈൻ വന്നു, 2 ലൈൻ വന്നു, 3 ലൈൻ വന്നു. അത് കുറെ നാൾ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഇത് റെഡിയാക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുണ്ട്. ഇത് നമുക്ക് എന്താണെങ്കിലും കസ്റ്റമർ നമുക്ക് ടിവി ഇവിടെ കൊണ്ടുവരണം, നമുക്കിത് അയക്കണം, മെഷീനിലിട്ട് സ്കാൻ ചെയ്യണം, ഇതിന്റെ റിസൾട്ട് എടുക്കണം. എങ്കിൽ മാത്രമാണ് നമുക്കിത് 100% ശരിയാക്കി തരാം എന്ന് പറയാൻ പറ്റുന്നത്. എത്ര ഇഞ്ച് വരെയുള്ള ടിവികൾ നിങ്ങളിവിടെ സർവീസ് ചെയ്ത് കൊടുക്കുന്നത്? നമ്മളിവിടെ 32 ഇഞ്ച് മുതൽ 75 ഇഞ്ച് വരെയുള്ള ടിവികളാണ് മൊത്തത്തിൽ സർവീസ് വരുന്നത്. നമുക്ക് ഈ ഇരിക്കുന്നത് കണ്ടോ, ഇതെല്ലാം 32 ഇഞ്ചസിന്റെ എല്ലാ ബ്രാൻഡിൽപ്പെട്ട ഡിസ്പ്ലേകളും ഉണ്ട്. ഇതെല്ലാം പുതിയ ഡിസ്പ്ലേകളാണ്. അതായത് ഈ കുട്ടികൾ റിമോട്ട് വെച്ചെറിഞ്ഞ് പൊട്ടിക്കോ അതല്ലാതെ ഫിസിക്കലായിട്ട് ഡാമേജ് വരുന്ന കേസുകൾക്കൊക്കെ നമുക്ക് റിപ്പയറിംഗ് ഒന്നും നടക്കില്ല. ബ്രോക്കൺ ആയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഡിസ്പ്ലേ ഇടാനേ പറ്റത്തുള്ളൂ. 32, 43 തന്നെ ഒരു 4-5 വെറൈറ്റി നമ്മുടെ അടുത്തുണ്ട്. അതുപോലെ 50യുടെ 5 വെറൈറ്റിയോളം ഉണ്ട്. നമ്മുടെ അതായത് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിനും ഇടാൻ പറ്റിയ എല്ലാ ടൈപ്പ് ഡിസ്പ്ലേകളും നമുക്ക് 1 ഇയർ വാറന്റിയോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതൊരു 43 ഇഞ്ച് സാംസങ്ങിന്റെ 4K TV ആണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. അതായത് അധികം പഴക്കമില്ല, മാക്സിമം ഒരു 1.5 കൊല്ലമൊക്കെ പഴക്കം കാണത്തുള്ളൂ. ഇത് അവരുടെ കൊച്ച് റിമോട്ട് വെച്ചോ എന്തോ ടൂൾ വെച്ച് എറിഞ്ഞ് പൊട്ടിച്ചേക്കണതാണ്. ഒരു ചിലന്തി വല കെട്ടിയ പോലെ മൊത്തം ബ്രോക്കൺ ആക്കണത്. നമുക്ക് ഇത് റിപ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇത് നമുക്ക് പുതിയ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാം. ഇങ്ങനെ വന്ന ടിവികൾ നിങ്ങൾ ടി വി മാറ്റേണ്ട കാര്യമില്ല. നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ മാത്രം ഓപ്പൺ സെല്ല് മാത്രം അയച്ചു മാറ്റി പുതിയത് ഇട്ട് കഴിഞ്ഞാലും സെയിം പെർഫോമൻസിൽ വർക്ക് ചെയ്യാൻ പറ്റും. അത് ഒറിജിനൽ തന്നെ ഇടാനും പറ്റും. 1 ഇയർ വാറന്റി നമ്മുടെ സൈഡിൽ നിന്നുണ്ടാവും. എത്ര സമയം കൊണ്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്തു വിടാം. അരമണിക്കൂർ മതി. അതെ. സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ടിവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നമുക്കൊരു 500 രൂപ മുതൽ നമ്മൾ സർവീസിംഗിനാണെങ്കിൽ മാക്സിമം 3500, 4000 അത് ഓരോ ടിവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ കൊണ്ടുവരുന്നത് ഒരു 1 lakh എബോ ടി വി ആണെങ്കിൽ ചിലപ്പോൾ അതിന്റെ സർവീസ് ചാർജ് വ്യത്യാസം ഉണ്ടാവും. 32 ഇഞ്ചിനൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു 500 പോലെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. അതിപ്പോ നിങ്ങൾ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് അയച്ചു നോക്കുകയൊക്കെ ചെയ്താൽ അത് മുതൽ ചാർജ് അയച്ചു നോക്കണമെന്ന് നമ്മൾ ചാർജ് ചെയ്യുന്നില്ല. നമ്മൾ റെഡി ആയ പോയ കേസിന് മാത്രമേ ചാർജ് ചെയ്യൂ. ഈ വീഡിയോ ഒത്തിരി ആളുകൾ ദൂര സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് നിങ്ങൾ കൊറിയർ അങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അവർ കൊറിയർ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഓൾറെഡി നന്നാക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലുള്ള ടി വി ആണെങ്കിലും ബ്രോക്കൺ ആയിട്ടായിരിക്കും വരുന്നത്. അല്ലാതെ പിന്നെ എന്താണ് ഓപ്ഷൻ ഉള്ളത്? ദൂര സ്ഥലങ്ങളിൽ ടി വി കൊണ്ടുവരാം. അതാണ് കൊണ്ടുവന്നാൽ കൈയോടെ ഒരു മാക്സിമം 1 hour ആണ് ഒരു കസ്റ്റമർക്ക് നമ്മൾ മാക്സിമം ടൈം കൊടുക്കുന്നത്. ദൂര സ്ഥലത്തൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഇത്രയാണ് ടിവി കെയറിന്റെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കാഴ്ചകൾ നമ്മൾ കണ്ടിരിക്കുന്നല്ലേ. വലിയൊരു ലോസ്, വലിയൊരു കോസ്റ്റ് വരുന്ന കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു തരുന്ന ഒരു സ്ഥലം. ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നമ്പർ ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. മാക്സിമം നിങ്ങൾ വാട്സപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.